ഹായ് ഓൾ, KPS വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോ എന്തായെന്ന് നോക്കാം. സരയു പാലും കുടിച്ച് നല്ല ഉറക്കത്തിലായി. അപ്പോൾ രൂപ പറയുന്നു കോളിംഗ് ബെൽ കേൾക്കുന്നുണ്ട്, അവർ വന്നു തോന്നുമെന്ന് പറഞ്ഞ് വാതിൽ തുറക്കാൻ വേണ്ടി പോവുകയാണ് പുറത്ത്. അവരൊക്കെ വന്നു. അപ്പോൾ രൂപ പറയാണ് എല്ലാവരും അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് അകത്തേക്ക് ക്ഷണിക്കുകയാണ്. രൂപയോട് ചോദിക്കുകയാണ് എന്തായി എന്ന്. അപ്പോൾ പറയാണ് ഞാൻ പാലിൽ സംഭവം പറഞ്ഞ കാര്യം കലക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഉറക്കിലാണുള്ളത് ഇപ്പോൾ അവൾ. ഇനി അമ്മയ്ക്ക് മോളുടെ അടുത്ത് പോയി ഇരിക്കാം, ഈ ദിവസം മുഴുവനും മോളുമായിട്ട് കഴിയാം. ഉറങ്ങുന്ന മകൾക്കൊപ്പമേ നിനക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റൂ താരേ. അത് ആരുടെയും കുഴപ്പമൊന്നുമല്ല. അപ്പോൾ കല്യാണി പറയാണ് അത് ഇന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് ഉണരുള്ളൂ, ഇപ്പോഴൊന്നും ഉണരൂല, അവളുടെ അടുത്തേക്ക് പോയിക്കോ എന്ന് പറയാണ്. അതെ, താര വന്നതും പിന്നെ കൂടെ കഴിഞ്ഞതും താര പോയതും ഒന്നും അവൾ അറിയാൻ പോകുന്നില്ല. കല്യാണി വിളിച്ചു കൂട്ടിക്കൊണ്ടു പോവാണ്. അതായത് ആൻറ്റി ഭയപ്പെടാതെ വാ. രൂപ പിന്നെ പറയാണ് അവരുടെ ഭർത്താവിനോട് താരയുടെ ജീവിതത്തെപ്പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് നിൽക്കാൻ തന്നെ പറഞ്ഞത്. അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അതുകൊണ്ട് ഞാൻ ഫാമിലി ഡോക്ടറോട് സംസാരിച്ചിട്ടാണ് പാലിൽ കലക്കാനുള്ള പൊടിയൊക്കെ കലക്കി കൊടുത്തത്. അത് ശരീരത്തിൽ ചെല്ലുന്നത് നല്ലതാ, കുഴപ്പമുണ്ടാക്കില്ല. അല്ലെങ്കിൽ തന്നെ ഇന്ന് അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും ആശ്വാസത്തിൻ്റെ ദിനമായിരിക്കും. അത്രത്തോളം അവളെയും കുഞ്ഞിനെയും സ്നേഹിക്കുന്ന ഒരമ്മയാ ഇവിടെ നിന്നും ഇപ്പം പോയത്. അവൾ ഈ ജന്മം മുഴുവൻ കരുതി വെച്ച ചൂട് അവർക്ക് വേണ്ടി പകർന്നു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. എൻ്റെ പേരും അകത്തെത്തി. എന്നിട്ട് കല്യാണി പറയുകയാണ് താരയോട് നല്ല ഉറക്കത്തിലാണ്, ഗാഢമായ നിദ്രയിലുള്ളത്. ഇനി ഈ അമ്മയ്ക്ക് എത്ര വേണമെങ്കിലും മോളെ സ്നേഹിക്കാം. ഇന്ന് ഒന്നിച്ച് അന്തി ഉറങ്ങാം, നാളെ രാവിലെ നമുക്ക് പോവുകയും ചെയ്യാം. താര കല്യാണിൻ്റെ കയ്യിൽ പിടിച്ച് മുത്തം കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് കല്യാണി പറയാണ് എനിക്കല്ല, മോൾക്കാണ് കൊടുക്കേണ്ടത്, ഇനി അവൾക്കാണത് വേണ്ടത്. ഇത്രയും കാലം കരുതി വച്ചിരിക്കുന്ന ഉമ്മ ഉണ്ടല്ലോ, അത് മൊത്തം അവൾക്ക് കൊടുക്കണം. ആൻറ്റിയുടെ മോളാണെന്നുള്ളൊരു സിമ്പതി ഒഴിച്ചാൽ ഇവളോട് എനിക്ക് തീരാത്ത പകയുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ആൻറ്റിയോട് എത്ര മോശമായിട്ടാണ് ഇവൾ പെരുമാറുന്ന. സ്വന്തം അച്ഛനും അമ്മയും അതിവളെ പഠിപ്പിച്ചതാ. എങ്കിലും കിരണേട്ടനും സോണിയും ഒക്കെ എത്ര നല്ല സ്വഭാവമാണ്. അതിൻ്റെ 7 അയലത്ത് പോലും എത്താൻ ഇവൾക്ക് പറ്റില്ലല്ലോ. ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ആൻറ്റി ചെല്ല്. ആ അമ്മ അവളുടെ അടുത്ത് പോയി മെല്ലെ ചെറിയ രീതിയിൽ തലയൊക്കെ തലോടി കൊടുക്കുകയാണ്. അവരെ ആ സ്നേഹത്തോടുകൂടിയുള്ള തലോടലും തടവലും ഒക്കെ കണ്ടപ്പോൾ കല്യാണി മുറി പൂട്ടി പുറത്തേക്ക് പോയി. പിന്നെ രൂപയോട് അവരുടെ ഭർത്താവ് പറയാണ് ഇങ്ങനെ കളിയും ചിരിയുമായിട്ട് നടന്നു പോയാൽ മതിയോ, നമുക്കും ഒരു ജീവിതമില്ലേ, ഒരുമിച്ചൊക്കെ താമസിക്കണം. ഇനിയിപ്പോൾ അങ്ങനെ താമസിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. രൂപ അത് പറയുമ്പോഴത്തേക്ക് കല്യാണി അവിടെ എത്തി. കല്യാണിയോട് രൂപ ചോദിക്കുകയാണ് എന്തായി മോളെ. അപ്പോൾ കല്യാണി എന്തായി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അവിടെ പോയി ചെന്ന് നേരിട്ട് കാണുന്നതാ. രണ്ടാളും വാ കാണ്. അവരൊക്കെ വന്ന് ആ അമ്മയും മകളും അമ്മ മകളെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് കണ്ട് അവർക്ക് സന്തോഷം തോന്നി. എന്നിട്ട് പുറത്തേക്ക് പോയി കതകടച്ചു. പിന്നെ അങ്ങനെ നേരം വെളുത്തു. അപ്പോൾ സരയു ഉറക്കണീറ്റിട്ട് പറയാണ് ഞാൻ ഇന്നലെ കിടന്നതും ഉറങ്ങിയതും ഒന്നും അറിയില്ല. സരയു എണീറ്റ് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് കുടിച്ച് അതിനുശേഷം ഒന്ന് കണ്ണാടി നോക്കി. ആ സമയത്താണ് കാണുന്നത് കണ്ണെഴുതി പൊട്ട് തൊട്ടതൊക്കെ. എന്നിട്ട് അവൾ തനിയെ ചിരിച്ചുകൊണ്ട് പറയാണ് ആഹാ ഇതാരാ എനിക്ക് കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് തന്നെ. അപ്പോഴേക്കും രൂപ അങ്ങോട്ടേക്ക് കയറി വന്നു. എന്നിട്ട് അവിടെ സരയു അടുത്തേക്ക് വന്നിട്ട് പറയാണ് രൂപയുടെ അടുത്തേക്ക് വന്നിട്ട് പഴയ സരയു മോളാണെന്ന് കരുതിയല്ലേ, എന്നെ കൊച്ചു കുട്ടിയായിട്ട് തോന്നിയല്ലേ, എന്നിട്ടായിരിക്കുമല്ലേ എനിക്ക് കണ്ണെഴുതി പൊട്ടൊക്കെ വെച്ച് തന്നത് അല്ലേ. ആ അതേ എന്ന് പറഞ്ഞപ്പോൾ അവൾ സരയു വന്നിട്ട് അവർക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. അതേ, ഉമ്മറത്തൊരാളിരിപ്പുണ്ട്, രാവിലെ വന്നു. അതാരാ? അയാൾ നടക്കാനിറങ്ങിയപ്പോൾ കയറിയതാണെന്നാണ് പറഞ്ഞത്. അയാൾ ചന്ദ്രസേനൻ. ഇന്നിനി ഇവിടെ കാണുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇന്നിനി ഞാനിവിടെ നിൽക്കുന്നില്ല ആൻറ്റി. ഇതാ ആൻറ്റി പറ്റിയ സന്ദർഭം അയാളെ ഇല്ലാതാക്കാൻ. അങ്ങനെ പെട്ടെന്ന് പറ്റുമോ മോളെ? അയാളുടെ മക്കൾക്കൊക്കെ അയാളെ ജീവനാ. അതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർ സംശയിക്കുന്ന കാര്യം ഉറപ്പാ. അതുകൊണ്ട് സ്നേഹിക്കട്ടെ മോളെ, സ്നേഹിച്ച് വശം കഴിയട്ടെ. അതിനുശേഷം നമുക്ക് കാര്യത്തിലേക്ക് വരാം. 1-2 ദിവസം ആൻറ്റിയുടെ കൂടെ താമസിക്കാനാണ് ഞാൻ വന്നത്. ഇനി ഏതായാലും അയാളിവിടെ ഉള്ള സ്ഥിതിക്ക് ഞാനങ്ങ് പോവുക. മോളിനി എപ്പോഴാ വരുന്നേ?
ആരും ഇല്ലാത്ത നേരം നോക്കി മനുവേട്ടനെ വിളിച്ചാൽ മതി. മനുവേട്ടൻ പോകാൻ പറഞ്ഞാൽ അടുത്ത സെക്കൻഡ് ഞാനിവിടെ എത്തിയിരിക്കും. ശരി മോളെ. പിന്നെ ആ താരയെ മറ്റേ മോളെ കാണാൻ വന്നിരുന്നോ? അപ്പോൾ സരയു പല്ലും കടിച്ചിട്ട് പറയുകയാണ്, അവളുടെ കാര്യം മിണ്ടിയേക്കരുത്. എൻ്റെ മുന്നിലേക്കെങ്ങാനും വന്നാൽ അവളുടെ മുഖത്തടിക്കും ഞാൻ. ഇപ്പം ഞാൻ അവളുടെ മോളാണെന്നും പറഞ്ഞ് നടക്കുക. പുറത്തൊരുത്തനെ ഇരിപ്പുണ്ടല്ലോ, അയാളും അവളും തമ്മിലാ വഴിവിട്ട ബന്ധമുള്ളത്. ആ ബന്ധത്തിൽ അവർക്കൊരു കുട്ടിയും കാണുമായിരിക്കും. ആ കുഞ്ഞ് എവിടെയെന്ന് അയാളുടെ ചോദിക്കുന്നതല്ലേ ആൻറ്റി നല്ലത്? ഇതിപ്പോൾ അയാളാ ഓരോരോ കഥകൾ മെനഞ്ഞ് ഓരോരുത്തരും പറഞ്ഞു വിടുന്നത്. അത് ശരിയാ രൂപ. അപ്പോൾ സരി പറയാണ്, അതുകൊണ്ടാ പറഞ്ഞത്. ആൻറ്റിയുടെ ജീവിതം താറുമാറാക്കി അയാളെ ചതിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് കൊല്ലണമെന്ന്. അങ്ങനെ കൊല്ലേണ്ടത് നിൻ്റെ അച്ഛനാന്നുള്ള അയാളെ തന്നെയാടി. അതൊക്കെ നമുക്ക് നോക്കാം മോളെ. എന്നാൽ ഞാൻ ഇറങ്ങുവാ ആൻറ്റി. ശരി മോളെ. സരിയും രൂപയും താഴേക്ക് ഇറങ്ങി വരികയാണ്. ഇതാരിത്? ബഗാസുരൻ്റെ മോളല്ലേ? എപ്പോൾ എത്തി? അപ്പോൾ പറയാണ്, അപ്പോൾ ഇന്നലെ ഇവള് ഇവിടെയായിരുന്നു. എന്നോടുള്ള ദേഷ്യമൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. എന്നാലും സൂക്ഷിക്കണം, സ്വഭാവം മാറ്റി വരുന്നത് ചിലപ്പോൾ ചതിക്കാനാണെങ്കിലോ. സരയോ ഒന്ന് ഞെട്ടി. അപ്പോൾ അയാൾ പറയാണ്, എന്ന് വെച്ചാൽ ചതിയുടെ രാജാവായ ഒരുത്തൻ്റെ മകളല്ലേ? ഈ താര നിന്നെ കാണാൻ വരാറുണ്ടോ? അപ്പോൾ രൂപ പറയാണ്, എന്തിനാ അത്തരം ചോദ്യങ്ങളൊക്കെ ചോദിച്ച് മോളെ വിഷമിപ്പിക്കുന്നത്? മോളുടെ അമ്മ താരയാണെന്ന് പറഞ്ഞ് നടക്കുക. അല്ലെന്ന് നമുക്കൊക്കെ അറിയാലോ. ഈ നമുക്ക് എന്നൊന്നും പറയണ്ട. പിന്നെ ഇവള് താരയുടെ മകള് തന്നെയാ. അതിവളുടെ അച്ഛൻ രാഹുലിനറിയാലോ. അപ്പോൾ അവൾ പറയാണ്, ഒരിക്കലും അല്ല. നിങ്ങൾ ചെയ്ത തെറ്റ് എൻ്റെ അച്ഛൻ്റെ തലയിൽ നിങ്ങൾ കെട്ടിവെക്കുക. അയ്യയ്യോ, അങ്ങനെ കെട്ടിവെക്കാനായിരുന്നെങ്കിൽ ഇയാളിപ്പോൾ എന്നെ വീട്ടിനകത്ത് കയറ്റില്ലായിരുന്നല്ലോ. അപ്പോൾ സരിയ മനസ്സിൽ ചിന്തിക്കുകയാണ്, അതെൻ്റെ ആൻറ്റിയുടെ ഒരു നാടകാടോ തന്നെ കൊല്ലാനുള്ള. അയാൾ ചോദിക്കുകയാണ്, ഹലോ, എന്താ നീ ഒന്നും മിണ്ടാത്തേ? അപ്പോൾ രൂപ പറയാണ്, എന്തിനാ ചന്ദ്രേട്ടാ മോളോട് ഭയക്കിടുന്നത്? ചന്ദ്രേട്ടൻ വന്നെന്നറിഞ്ഞിട്ട് മോള് പോവുക? അയ്യോ, പോവാന്നേ പോട്ടെ. കുറേ നാൾ എന്നെയും എൻ്റെ മക്കളെയും പുറത്താക്കിയിട്ട് ഈ വീട് ഭരിച്ചതല്ലേ. ഇനി ഞങ്ങളുള്ള സമയത്ത് നീയൊന്നും ഇവിടെ വേണ്ട. നിന്റെ ഭർത്താവുമായിട്ട് നീ അമേരിക്കയിലേക്ക് വരുന്നെന്ന് കേട്ടല്ലോ. അവിടെ എനിക്ക് ഇവിടത്തേക്കാൾ വിവരമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഞങ്ങളാരും അവിടേക്ക് വരില്ല എന്ന് നീ കരുതണ്ട. പിന്നെ രൂപ പറയാണ്, മോള് ചെല്ലു മോളെ, ചന്ദ്രേട്ടൻ അങ്ങനെയൊക്കെ പറയും. അവൾ പോയി. അപ്പോൾ രൂപ പറയാണ്, ഇപ്പോഴും ഞാൻ ചന്ദ്രേട്ടനോട് കാണിക്കുന്ന സ്നേഹം നാടകമാണെന്ന അവളുടെ വിചാരം. അയാൾ പറയാണ്, സത്യങ്ങൾ അറിഞ്ഞ അമ്മയ്ക്ക് അത് അവളോട് പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും താരയുടെ ആഗ്രഹം സാധിച്ചല്ലോ. അവൾക്ക് കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് വെച്ചു കൊടുത്ത്. അത് ഞാനാണെന്ന് അവൾ തെറ്റിദ്ധരിക്കുകയും ചെയ്തു. താരയെ സ്നേഹിച്ച് താരയ്ക്കൊപ്പം നിന്നിരുന്നെങ്കിൽ അവൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ കൊടുത്തേനെ. ചന്ദ്രൻ പറയാണ്, പക്ഷേ ഇവിടെ താരയെ കൊല്ലാനായി ജനിച്ച മോളല്ലേ അവള്. പിന്നെ കാണിക്കുന്നത് കല്യാണിയാണ്. കല്യാണി ക്ഷേത്രത്തിലാണുള്ളത്. പിന്നെ കാണിക്കുന്നത് കാറിൽ ഒരു സ്ത്രീ വന്ന് ഇറങ്ങുകയാണ്. അവരെ കാണിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ അവരിങ്ങനെ നടന്നു വരുന്ന സമയത്ത് നമ്മളെ കല്യാണി ക്ഷേത്രത്തിൽ നിന്ന് പൂവും കൊട്ടയുമായിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ച് നടക്കുകയാണ്. അപ്പോഴേക്കും അവർ വന്നയാൾ കല്യാണിയെ തട്ടി അതൊക്കെ താഴേക്ക് വീണു. അവൾ തിരിഞ്ഞു നിന്നിട്ട് പറയാണ്, പൂക്കളും പ്രസാദവും പോയി അല്ലേ, സോറി. അപ്പോൾ കല്യാണി പറയാണ്, സാരമില്ല, ദേവിക്ക് സമർപ്പിച്ച ശേഷം തിരികെ വാങ്ങിയ പൂക്കളാ. എന്നാലും ഇത് ഞാൻ കാരണം താഴെ വീണ് പോയല്ലോ, അതിന് വീണ്ടും സോറി. അവർ 3 പേരും ചേർന്ന് അതൊക്കെ പെറുക്കിയെടുത്ത് പാത്രത്തിലേക്ക് ഇട്ടു. വാ സോണി, നമുക്ക് പോകാം എന്ന് പറയാണ് കല്യാണി. ആ സ്ത്രീ തിരിഞ്ഞു നോക്കി ചിരിക്കുകയാണ്. ഇവരെ തന്നെ നോക്കിയിട്ട് ചിരിക്കുകയാണ്. അവർ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം പറയാണ്, ഇന്ന് ഞാൻ എൻ്റെ കഥയിലെ 2 കഥാപാത്രങ്ങളെ കണ്ടു. അവൾ ഫോണിൽ ഓരോരുത്തരുടെയും ഫോട്ടോ നോക്കിയിട്ട് പറയാണ്, ഇനിയും നേരിൽ കാണാൻ കുറച്ച് ആൾക്കാർ കൂടിയുണ്ട്, അവരെയും നേരിട്ട് കാണണം. അവരത് കഴിഞ്ഞ് നേരെ വർക്ക്ഷോപ്പിലേക്കാണ് വന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അയാൾ പറയാണ്, മേഡത്തെ ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാനിരിക്കുകയായിരുന്നു. നല്ലൊരു ഡ്രൈവറെ കിട്ടിയിട്ടുണ്ട്. ആഹാ, അവൻ ഡ്രൈവർ മാത്രമല്ല, നല്ലൊരു മെക്കാനിക്കും കൂടിയാ. ഇവിടെ കുറേ നാൾ നിന്നതാ, പക്ഷേ പിന്നെ അറ്റാക്കൊക്കെ വന്നിട്ട് വിശ്രമത്തിലാ. ആള് കുഴപ്പക്കാരനൊന്നുമല്ലല്ലോ. ഇല്ല, അസൽ ഡ്രൈവറാ. പിന്നെ മെക്കാനിക്കിൻ്റെ പണിയും കൂടി അറിയുന്നതുകൊണ്ട് കാറ് വഴിയിൽ കിടക്കില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാ. അപ്പോൾ അവർ പറയാണ്, അങ്ങനെയുള്ള ഒരാളെയാണ് എനിക്ക് ആവശ്യം. ഇത് അയാൾക്ക് കൊടുത്തിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ വേണ്ടി പറയണം. അല്ല, ശമ്പളം എന്ത് കൊടുത്തിരിക്കും എന്ന് അയാൾ ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറയാണ്, അയാൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ കൊടുക്കും. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളായിരിക്കണം. അങ്ങനെയുള്ള ഒരാളെയാണ് എനിക്ക് ആവശ്യം. അവൻ വളയം പിടിക്കുന്ന വണ്ടി വഴി കിടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാ.
പിന്നെ അവന് അറ്റാക്കൊക്കെ വന്നതുകൊണ്ട് ഇനി അവൻ വഴിയിൽ കിടക്കുമോ എന്ന് അറിയത്തില്ല. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഈ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അതാ വന്ന സമയത്ത് മാത്രമേ കുറച്ച് കുഴപ്പമുള്ളൂ. ഇന്നത്തെ കാലത്ത് അതത്ര വലിയ രോഗമൊന്നുമല്ല. ഒന്ന് വിശ്രമിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് അസുഖമാണെങ്കിലും ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം. ഏത് പാതിരാത്രിക്കും വിശ്വസിച്ച് കൊണ്ടു നടക്കാൻ പറ്റിയൊരു നല്ല ഡ്രൈവറായിരിക്കണം. എനിക്കത്രയേ ഉള്ളൂ. അപ്പം അയാൾ മനസ്സിൽ ചിന്തിക്കുകയാണ്, അക്കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല, തൽക്കാലം നിൽക്കട്ടെ. എന്നാൽ പിന്നെ കാർഡ് കൊടുത്തിട്ട് അയാളോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. ഓ ശരി ശരി ശരി. അവൻ ഈ കൊച്ചിന് ഏണിയാവോ എന്തോ. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.